ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ടും സ്വന്തമായി വീട് പോലും ഇല്ലാത്ത നിരവധി തൊഴിലാളികളാണ് മൂന്നാർ തോട്ടം മേഖലയിലുള്ളത്. കിടപ്പാടമില്ലാതെ ദുരിതാവസ്ഥയിൽ കഴിയുന്ന തങ്ങളുടെ രക്ഷയ്ക്കായി കനിവുള്ള ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയോടെ ഇരുട്ടുമൂടിയ ഒറ്റമുറിയിൽ കഴിയുകയാണ് മൂന്നാർ സ്വദേശികളായ കമലമ്മയും സെൽവരാജും. ഒരായുസ് മുഴുവൻ തേയിലത്തോട്ടത്തിൽ കഠിനാധ്വാനം. ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വെറും കൈയോടെ മടക്കം. വിശ്രമിക്കാനും തലചായ്ക്കാനും ഇടമന്വേഷിക്കുമ്പോൾ മുന്നിൽ ശൂന്യത. മൂന്നാറിലെ നിരവധി തൊഴിലാളികളുടെ അവസ്ഥയാണിത്. വയോധികരായ കമലമ്മയുടെയും സെൽവരാജിന്റെയും ജീവിതം ഇതിനുദാഹരണമാണ്. സെവൻമല എസ്റ്റേറ്റിൽ 33 വർഷം ജോലി ചെയ്ത് വിരമിച്ച കമലമ്മയ്ക്ക് ഇപ്പോൾ പ്രായം 71. ഭർത്താവ് സെൽവരാജിന് 76 വയസ്സ്. മക്കളില്ലാത്ത ഈ ദമ്പതികൾ ഇപ്പോൾ താമസിക്കുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം മുതിരപ്പുഴയാറിന് തീരത്തുള്ള ഒറ്റമുറിയിൽ വാടകയ്ക്ക്. വൈദ്യുതി കണക്ഷൻ പോലുമില്ലാതെ ഇരുളിൽ കഴിയുകയാണ് ഇവർ. മണ്ണെണ്ണ വിളക്കാണ് ഏക ആശ്രയം. സർക്കാർ നൽകുന്ന പെൻഷനും തൊഴിലുറപ്പ് ജോലി വഴി കിട്ടുന്നതും മാത്രമാണ് വരുമാനം. വീടില്ല, വാസലില്ല, எங்களுக்கு உதவி செய்ய யாரும் இல்லை. கேட்டால் பணம் கொடுத்தாத்த வீடு கிடைக்கும் அப்படிங்கிறாங்க. நாங்கள் எங்கே போக அவ்வளோ பணத்துக்கு? எங்கள் தாத்தா பாட்டி காலத்துலேருந்து நாங்கள் இந்த மலையிலேயே தான் இருக்கோம். எங்களுக்கு உதவி செய்ய யாரும் ஒன்றும் வரல. മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന മുറി. മഴയൊന്ന് കനത്തു പെയ്താൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് നിലം പതിക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും വീട് ലഭിച്ചില്ല. വോട്ട് തേടിയെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ വാഗ്ദാനം നൽകി മടങ്ങുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ പറയുന്നു. 6 തലമുറയായി മൂന്നാറിൽ ജീവിച്ചു വരുന്ന കമലമ്മയുടെ കുടുംബത്തിന്റെ അവസ്ഥ മൂന്നാറിലെ തൊഴിലാളികളുടെ നേർക്കാഴ്ചയാണ്. അമൃത ന്യൂസ്, ഇടുക്കി.